Good morning all of you. എല്ലാവർക്കും എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ എക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് അഥവാ സ്വാതന്ത്ര്യലബ്ധി കാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ അഗ്രികൾച്ചറൽ സെക്ടർ അഥവാ കാർഷിക മേഖലയെ കുറിച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം അഗ്രികൾച്ചറൽ സെക്ടറിനെ കുറിച്ചിട്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇൻഡസ്ട്രിയൽ സെക്ടർ വ്യവസായ മേഖല, ഫോറിൻ ട്രേഡ് അഥവാ വിദേശ വ്യാപാരം, ഡെമോഗ്രാഫിക് കണ്ടീഷൻ അഥവാ ജനസംഖ്യ സ്ഥിതി തുടങ്ങിയവയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ അഥവാ വ്യവസായ മേഖല, ഫോറിൻ ട്രേഡ് അഥവാ വിദേശ വ്യാപാരം, ഡെമോഗ്രാഫിക് കണ്ടീഷൻ അഥവാ ജനസംഖ്യാ സ്ഥിതി. അതൊക്കെ ബ്രിട്ടീഷ് ഭരണകാലത്തെ ജനസംഖ്യാ സ്ഥിതിയെ കുറിച്ചിട്ടും ഇൻഡസ്ട്രിയൽ സെക്ടർ വ്യവസായ മേഖലയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ വിദേശ വ്യാപാരത്തെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇതില് ഇൻഡസ്ട്രിയൽ സെക്ടറെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാം. ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. During the British period, Indian handicrafts destroyed. This resulted massive unemployment. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇന്ത്യൻ കരകൗശല മേഖല പാടെ തകർക്കപ്പെട്ടു. ഇത് ലക്ഷക്കണക്കിന് ആളുകളെ തൊഴിൽ രഹിതരാക്കി. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇന്ത്യൻ കരകൗശല മേഖലയും കുടിൽ വ്യവസായവും തകർക്കപ്പെട്ടു. ബ്രിട്ടീഷുകാരുടെ രണ്ട് സാമ്പത്തിക നയ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയുണ്ടായിരുന്നു, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് സാമ്പത്തിക നയ ലക്ഷ്യങ്ങളും ഇന്ത്യൻ കരകൗശല മേഖലയെയും കുടിൽ വ്യവസായത്തെയും തകർത്തു. അതിന്റെ ഫലമായി ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിൽ രഹിതരായി. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്ന പോയിന്റ് ആണ്, ഇന്ത്യയിലെ ജനങ്ങൾ അധികവും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളാണ് വാങ്ങാൻ തുടങ്ങിയത്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെക്കാൾ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം മെഷീൻ മെയ്ഡ് പ്രൊഡക്ട്സ് ഓഫ് ബ്രിട്ടൻ വർ മോർ ചീപ്പർ ദാൻ ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്ട്സ്. ബ്രിട്ടനിലെ യന്ത്രസഹായത്തോടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെ കരകൗശല രീതിയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തെക്കാൾ വില കുറവായിരുന്നു. ബ്രിട്ടനിലെ ഉൽപ്പന്നങ്ങൾക്ക് യന്ത്രസഹായത്തോടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെക്കാൾ ഇന്ത്യൻ കരകൗശല രീതിയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തെക്കാൾ വില കുറവായിരുന്നു. അതിന്റെ ഫലമായി ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാവരും തന്നെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളാണ് വാങ്ങാൻ തുടങ്ങിയത്. ഇത് ഇന്ത്യയെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു താവളമാക്കി മാറ്റി, ഒരു കമ്പോളമാക്കി മാറ്റി. ഈ സാഹചര്യം ഇന്ത്യയെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു കമ്പോളമാക്കി മാറ്റി. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ വളർച്ചാ നിരക്ക് വളരെ കുറവായിരുന്നു. ഡ്യൂറിംഗ് ദി ബ്രിട്ടീഷ് പീരീഡ് ഗ്രോത്ത് റേറ്റ് ഇൻ ഇൻഡസ്ട്രിയൽ സെക്ടർ വാസ് വെരി ലോ. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ അതായത് വ്യവസായ മേഖലയുടെ വളർച്ചാ നിരക്ക് വളരെ കുറവായിരുന്നു. കാരണം എന്തായിരിക്കും, ഇന്ത്യയിലെ വ്യവസായങ്ങളെല്ലാം കുടിൽ വ്യവസായങ്ങളെയും കരകൗശല മേഖലകളെയും എല്ലാം ബ്രിട്ടീഷുകാർ തകർത്തു. അതിന്റെ ഫലമായിട്ട് വ്യവസായ മേഖലയുടെ വളർച്ചയും വളരെ കുറവായിരുന്നു എന്നാണ് പറയുന്നത്. By the second half of the 19th century, modern industries began to develop in India. By the second half of the 19th century, modern industries began to develop in India. Initially, cotton and jute industries developed. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ വളർന്നു വരാൻ തുടങ്ങി, വികസിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ വികസിക്കാൻ തുടങ്ങി. പരുത്തി ചണ വ്യവസായങ്ങളാണ് ആദ്യമായി വളർന്നു വന്നത്. അതായത് കോട്ടൺ ആൻഡ് ജൂട്ട് ഇൻഡസ്ട്രി ഇനീഷ്യലി ഡെവലപ്ഡ്. പരുത്തി ചണ വ്യവസായങ്ങളാണ് ഇന്ത്യയിൽ ആദ്യമായി വികസിച്ച് തുടങ്ങിയത്. മെനി കോട്ടൺ മിൽസ് കേം അപ്പ് ഇൻ മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്. ഒട്ടേറെ കോട്ടൺ മില്ലുകൾ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും വളർന്നു വന്നു. അതായത് ഒട്ടേറെ കോട്ടൺ മില്ലുകൾ, തുണി മില്ലുകൾ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ആരംഭിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടായിരിക്കും കോട്ടൺ മില്ലുകൾ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും വികസിക്കാൻ തുടങ്ങിയത്? മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമാണ് പരുത്തിയുടെ ഉൽപാദനം വളരെ കൂടുതൽ ഉണ്ടായിരുന്നത്. ഇപ്പോ മഹാരാഷ്ട്രയിലാണ് പരുത്തിയുടെ ഉൽപാദനം ഏറ്റവും കൂടുതലുള്ളത്. ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിലെ മഹാരാഷ്ട്രയാണ്. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത്, അതായത് 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോട് കൂടിയിട്ട് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഒട്ടേറെ കോട്ടൺ മില്ലുകൾ സ്ഥാപിതമായി. ഈ കോട്ടൺ മില്ലുകൾ പ്രധാനമായും സ്ഥാപിച്ചത് ഇന്ത്യൻ വ്യവസായികളും വ്യാപാരികളുമായിരുന്നു.
കോട്ടൺ മില്ലുകൾക്ക് പ്രധാനമായിട്ടും മുതൽ മുടക്കിയത് ഇന്ത്യക്കാരായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യക്കാരായിട്ടുള്ള വ്യാപാരികളും വ്യവസായികളുമായിരുന്നു കോട്ടൺ മില്ലുകൾക്ക് പ്രധാനമായും നിക്ഷേപങ്ങൾ നടത്തിയിരുന്നത്. ചണ വ്യവസായം പ്രധാനമായും കേന്ദ്രീകരിച്ചത് ബംഗാളിലായിരുന്നു. ജൂട്ട് ഇൻഡസ്ട്രീസ് കോൺസെൻട്രേറ്റഡ് ഇൻ ബംഗാൾ. ചണ വ്യവസായം പ്രധാനമായും കേന്ദ്രീകരിച്ചത് ബംഗാളിലായിരുന്നു. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ജൂട്ട് വാസ് മെയ്ഡ് ബൈ ബ്രിട്ടീഷ് ബിസിനസ്മെൻ. ബ്രിട്ടീഷുകാരായ വ്യവസായികളായിരുന്നു ചണ വ്യവസായത്തിന് പ്രധാനമായും നിക്ഷേപം നടത്തിയിരുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ജൂട്ട് വാസ് മെയ്ഡ് ബൈ ബ്രിട്ടീഷ് ബിസിനസ്മെൻ. ബ്രിട്ടീഷുകാരായിട്ടുള്ള വ്യാപാരികൾ അല്ലെങ്കിൽ വ്യവസായികളായിരുന്നു ചണ വ്യവസായത്തിന് പ്രധാനമായും നിക്ഷേപം നടത്തിയിരുന്നത്. ചണ വ്യവസായം പ്രധാനമായും കേന്ദ്രീകരിച്ചത് ബംഗാളിലായിരുന്നു. ജൂട്ട് ഇൻഡസ്ട്രീസ് കോൺസെൻട്രേറ്റഡ് ഇൻ ബംഗാൾ. ബംഗാളിലായിരുന്നു ജൂട്ട് ഇൻഡസ്ട്രീസ് പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നത്. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമായിരുന്നു കോട്ടൺ മില്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാരായിരുന്നു ചണ വ്യവസായത്തിന് നേതൃത്വം നൽകിയിരുന്നത്. ഇന്ത്യക്കാരായിരുന്നു തുണി വ്യവസായത്തിന് പ്രാധാന്യം നൽകിയിരുന്നത്. In the beginning of 20th century, iron and steel industries began to develop in India. 20ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടി ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ ഇന്ത്യയിൽ ആരംഭിക്കാൻ തുടങ്ങി. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോട് കൂടിയിട്ട് മോഡേൺ ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. പ്രധാനമായിട്ടും കോട്ടണും ജൂട്ടായിരുന്നു. In the beginning of 20th century, iron and steel industries began to develop. In the beginning of 20th century, iron and steel industries began to develop in India. 20ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടി ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. അപ്പൊ 20ാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. ഇന്ത്യൻ വ്യവസായവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട നാഴികക്കല്ലായിരുന്നു 1907 ടിസ്കോയുടെ സ്ഥാപനം. അപ്പൊ ഇന്ത്യൻ വ്യവസായവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട നാഴികക്കല്ലായിരുന്നു 1907 ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുടെ സ്ഥാപനം. അതായത് ഇന്ത്യൻ വ്യവസായവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് ടിസ്കോയുടെ സ്ഥാപനത്തിലായിരുന്നു. എന്നാണ് ടിസ്കോ സ്ഥാപിച്ചത്? 1907 ടിസ്കോയുടെ സ്ഥാപനത്തിലൂടെയാണ് ഇന്ത്യൻ വ്യവസായവൽക്കരണത്തിന് ആരംഭം കുറിച്ചത്. ടിസ്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുടെ ആരംഭത്തോട് കൂടിയിട്ടാണ് ഇന്ത്യൻ വ്യവസായവൽക്കരണത്തിന് ഇന്ത്യയിൽ ആരംഭം കുറിച്ചത്. ഇനി ഈ ടിസ്കോ സ്ഥാപിച്ചത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതായത് ജംഷഡ്ജി ടാറ്റ. ഇന്ത്യൻ വ്യവസായവൽക്കരണത്തിന്റെ ആചാര്യനായിരുന്ന ജംഷഡ്ജി ടാറ്റ ബീഹാറിലെ ജംഷഡ്പൂരിലാണ് ടിസ്കോ സ്ഥാപിച്ചത്. അതായത് ഡയൻ ഓഫ് ഇന്ത്യാസ് ഇൻഡസ്ട്രിയലൈസേഷൻ, ഇന്ത്യയുടെ വ്യവസായവൽക്കരണത്തിന്റെ ആചാര്യനായിരുന്ന ജംഷഡ്ജി ടാറ്റ 1907 ബീഹാറിലെ ജംഷഡ്പൂരിലാണ് ടിസ്കോ സ്ഥാപിച്ചത്. ജംഷഡ്ജി ടാറ്റ ജംഷഡ്പൂരിലാണ്. അതായത് ജംഷഡ്ജി ടാറ്റ ജംഷഡ്പൂരില് 1907 ടിസ്കോ സ്ഥാപിച്ചത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒരു മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ് ടിസ്കോ കുറിച്ചിട്ട്. എന്നാണ് ടിസ്കോ സ്ഥാപിച്ചത്? 1907. ആരാണ് ടിസ്കോ സ്ഥാപിച്ചത്? ജംഷഡ്ജി ടാറ്റ. എവിടെയാണ് ടിസ്കോ സ്ഥാപിച്ചത്? ജംഷഡ്പൂരിൽ. അപ്പൊ ഇന്ത്യയുടെ വ്യവസായവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട നാഴികക്കല്ല് ഏതായിരുന്നു എന്ന് പറയുന്നത്? ടിസ്കോയുടെ സ്ഥാപനം. During the British period, did not develop capital goods industries. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് വികസിച്ചില്ല. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രിക്ക് വികസനമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി? ആദ്യമായിട്ട് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസിന്റെ മലയാളം എന്ന് പറയാം മൂലധന വസ്തു നിർമ്മിത വ്യവസായം. എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസിന്റെ മലയാളം? മൂലധന വസ്തു നിർമ്മിത വ്യവസായം. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് ഒന്നും തന്നെ നന്നായി വികസിച്ചില്ല. ഇനി എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യന്ത്രങ്ങള്, ഉപകരണങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാക്കുന്ന വ്യവസായത്തെയാണ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായമാണ് ഈ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി. മൂലധന വസ്തുക്കളുടെ നിർമ്മിത വ്യവസായം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട വ്യവസായമാണ്. ഇത്തരത്തിലുള്ള വ്യവസായങ്ങളൊന്നും തന്നെ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് വികസിച്ചില്ല. ബ്രിട്ടീഷുകാർ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസിനെയൊക്കെ അവഗണിക്കുകയാണ്
ചെയ്തത്. ഈ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രിയോടുള്ള അവഗണന ഇന്ത്യയുടെ വ്യവസായവൽക്കരണത്തിന് തിരിച്ചടിയായി. ബ്രിട്ടീഷ് ഭരണകാലത്ത് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസിനോടുള്ള അവഗണന ഇന്ത്യൻ വ്യവസായവൽക്കരണത്തിന് വളരെയധികം തിരിച്ചടിയായി. Contribution of industry to GDP was very low during the British period. ബ്രിട്ടീഷ് ഭരണകാലത്ത് GDP-യിലേക്കുള്ള വ്യവസായ മേഖലയുടെ സംഭാവന വളരെ കുറവായിരുന്നു. എന്തുകൊണ്ടായിരിക്കും വളരെ കുറവാകാൻ കാരണം? ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് വ്യവസായ മേഖല വളരെ തകർന്ന അവസ്ഥയിലായിരുന്നു. ബ്രിട്ടീഷുകാർ വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്കൊന്നും തന്നെ ചെയ്തില്ല. അതിന്റെ ഫലമായിട്ട് ഇന്ത്യയുടെ GDP-യിലേക്കുള്ള വ്യവസായ മേഖലയുടെ സംഭാവന വളരെ കുറഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്തെ ഫോറിൻ ട്രേഡിനെ കുറിച്ചിട്ടാണ്, അതായത് വിദേശ വ്യാപാരത്തെ കുറിച്ചിട്ടാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്തെ ഫോറിൻ ട്രേഡ് അഥവാ വിദേശ വ്യാപാരത്തെ കുറിച്ചിട്ടാണ്. എന്താണ് വിദേശ വ്യാപാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ട്രേഡ് വിത്ത് അതർ കൺട്രി ഈസ് കോൾഡ് ഫോറിൻ ട്രേഡ്. ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായി നടത്തുന്ന വ്യാപാരത്തെയാണ് ഫോറിൻ ട്രേഡ് അഥവാ വിദേശ വ്യാപാരം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തെ ഫോറിൻ ട്രേഡിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാം. ബിഫോർ ദി അറൈവൽ ഓഫ് ബ്രിട്ടീഷേഴ്സ്, ഇന്ത്യ ഹാഡ് എ ഗുഡ് ട്രേഡ് റിലേഷൻ വിത്ത് അതർ countries. India was an exporter of manufactured goods or finished goods. India enjoyed a trade surplus. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങളുമായി നല്ല വ്യാപാര ബന്ധമാണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങളുമായിട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു വ്യാപാര ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ നിർമ്മിത ഉൽപ്പന്നങ്ങളായിരുന്നു ആ സമയത്ത് കയറ്റുമതി ചെയ്തിരുന്നത്. ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് ലോകത്തെല്ലായിടത്തും തന്നെ വളരെ നല്ല വിപണിയായിരുന്നു ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത്. ഇന്ത്യ എൻജോയ്ഡ് എക്സ്പോർട്ട് സർപ്ലസ്. ഇന്ത്യക്ക് കയറ്റുമതി മിച്ചം വളരെയധികം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങളുമായി നല്ല രീതിയിലുള്ള കച്ചവട ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യ നിർമ്മിത ഉൽപ്പന്നങ്ങളായിരുന്നു കയറ്റുമതി ചെയ്തിരുന്നത്. ഇന്ത്യയുടെ പ്രൊഡക്റ്റ് ഉൽപ്പന്നങ്ങൾക്ക് ലോകത്തിൽ എല്ലായിടത്തും തന്നെ വളരെ നല്ല വിപണിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യക്ക് വളരെയധികം വ്യാപാര മിച്ചം ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യക്ക് നല്ലൊരു വ്യാപാര നിലവാരമായിരുന്നു ഉണ്ടായിരുന്നത് ബ്രിട്ടീഷുകാര് വരുന്നതിന് മുമ്പ്. എന്നാൽ ആഫ്റ്റർ ദി അറൈവൽ ഓഫ് ബ്രിട്ടീഷേഴ്സ് they controlled India's foreign trade. ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷം ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തെ നിയന്ത്രിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു. ഇന്ത്യ became an exporter of primary products and importer of manufactured goods. അതായത് ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷം ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തെ നിയന്ത്രിച്ചത്. ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ് ഇന്ത്യ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് നിർമ്മിത ഉൽപ്പന്നങ്ങളാണ് കയറ്റുമതി ചെയ്തിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇന്ത്യ അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുകയും നിർമ്മിത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്ന രാജ്യമായിട്ട് മാറി. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഫോറിൻ ട്രേഡ് ഡ്യൂറിംഗ് ദി കൊളോണിയൽ റൂൾ. ബ്രിട്ടീഷ് ഭരണകാലത്തെ വിദേശ വ്യാപാരത്തിന്റെ സവിശേഷതകളെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇന്ത്യസ് ട്രേഡ് ഗ്രൂ ഡ്യൂറിംഗ് ദി ബ്രിട്ടീഷ് പീരീഡ്. ദിസ് റിസൾട്ടഡ് ഇൻ ഹ്യൂജ് എക്സ്പോർട്ട് സർപ്ലസ്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇന്ത്യയുടെ വ്യാപാരം വർദ്ധിച്ചു. അതിന്റെ ഫലമായി ഇന്ത്യക്ക് വളരെയധികം ഒരു കയറ്റുമതി മിച്ചം ലഭിച്ചു. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇന്ത്യയിൽ വളരെയധികം വ്യാപാരമുണ്ടായി, വ്യാപാര അഭിവൃദ്ധി ഉണ്ടായി. ഇതിന്റെ ഫലമായി വ്യാപാരത്തിൽ നിന്നും വളരെയധികം വരുമാനം ലഭിച്ചു. അതായത് കയറ്റുമതി മിച്ചം വളരെയധികം ഉണ്ടായി. എന്നാൽ ഈ കയറ്റുമതി മിച്ചം കൊണ്ട് ഇന്ത്യക്ക് യാതൊരുവിധ ഗുണവും ഉണ്ടായില്ല. ഇറ്റ് ഹാർഡ് ഇന്ത്യൻ എക്കോണമി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയാണ് ചെയ്തത്. ഈ കയറ്റുമതി മിച്ചം ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ചെലവിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. ബ്രിട്ടീഷുകാരുടെ യുദ്ധച്ചെലവ് പോലും ഈ കയറ്റുമതി മിച്ചം കൊണ്ടാണ് നടത്തിയിരുന്നത്. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് വ്യാപാരമൊക്കെ വർദ്ധിച്ചു, കയറ്റുമതി മിച്ചവും ലഭിച്ചു. പക്ഷെ അതൊന്നും ഇന്ത്യക്കാരുടെ അഭിവൃദ്ധിക്കായിരുന്നില്ല, ബ്രിട്ടീഷുകാരുടെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഇന്ത്യ became an exporter of primary products and importer of manufactured goods. This resulted drain of wealth from India to Britain. ഇന്ത്യ പ്രാഥമിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുകയും നിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്ന രാജ്യവുമായി മാറി. ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഒഴുകിപ്പോയി എന്നതായിരുന്നു ഇതിന്റെ അനന്തരഫലം. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇന്ത്യയിലെ എല്ലാ വിഭവങ്ങളും ബ്രിട്ടനിലേക്ക് കൊള്ളയടിച്ച് കൊണ്ടുപോവുകയാണ് ബ്രിട്ടീഷുകാര് ചെയ്തത്.
അപ്പോൾ വിദേശ വ്യാപാരത്തെ കുറിച്ചിട്ട് നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്തെ ഡെമോഗ്രാഫിക് കണ്ടീഷനെ കുറിച്ചിട്ടാണ്, ജനസംഖ്യ സ്ഥിതിയെ കുറിച്ചിട്ടാണ്. എന്താണ് ഡെമോഗ്രാഫിക് കണ്ടീഷൻ അഥവാ ജനസംഖ്യ സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനസംഖ്യയുടെ സ്വഭാവത്തെ കുറിച്ചിട്ടാണ്. ബ്രിട്ടീഷ് ഭരണകാലത്തെ ജനസംഖ്യയുടെ സ്വഭാവത്തെ കുറിച്ചിട്ടാണ് എന്ത് പറയുന്നത്, ഡെമോഗ്രാഫിക് കണ്ടീഷൻ. അതായത് സാക്ഷരത എങ്ങനെയുണ്ടായിരുന്നു, ബ്രിട്ടീഷ് ഭരണകാലത്ത് ജനനിരക്ക് എങ്ങനെയുണ്ടായിരുന്നു, മരണനിരക്ക് എങ്ങനെയുണ്ടായിരുന്നു, ആയുർദൈർഘ്യം എങ്ങനെയുണ്ടായിരുന്നു എന്നതൊക്കെയാണ് ജനസംഖ്യാ സ്ഥിതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് ജനസംഖ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിയറി അല്ലെങ്കിൽ സിദ്ധാന്തം പഠിക്കാനുണ്ട്. അതാണ് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം അഥവാ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. ജനസംഖ്യ പരിവർത്തന സിദ്ധാന്തം. ഫ്രാങ്ക് നോട്ട്സൺ ആണ് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത്. തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ഫോർമുലേറ്റഡ് ബൈ ഫ്രാങ്ക് നോട്ട്സൺ. ഈ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ പ്രകാരം ഓരോ രാജ്യത്തിന്റെയും ജനസംഖ്യ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്നത്. അതായത് ഓരോ രാജ്യത്തിന്റെയും ജനസംഖ്യ, ഏതൊരു രാജ്യത്തിന്റെയും ജനസംഖ്യ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമെന്നാണ് പറയുന്നത് ജനസംഖ്യ പരിവർത്തന സിദ്ധാന്ത പ്രകാരം. ഇതിലെ ഫസ്റ്റ് സ്റ്റേജ് അഥവാ 1ാം ഘട്ടം നോക്കാം. അതായത് കാർഷിക മേഖലയുള്ള ഒരു അവികസിത രാജ്യമായിരിക്കും. ബോത്ത് ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് വിൽ ബി ഹൈ. മരണനിരക്കും ജനനനിരക്കും ഉയർന്നതായിരിക്കും. പോപ്പുലേഷൻ വർദ്ധിക്കുന്നില്ല, ജനസംഖ്യ വർദ്ധിക്കുന്നില്ല. കാരണം മരണനിരക്കും അതായത് ജനനനിരക്കും മരണനിരക്കും ഉയരുകയാണ്. ജനിച്ച ആൾക്കാർ എത്ര ആൾക്കാർ ജനിക്കുന്നുണ്ടോ അത്രയും പേര് മരിക്കുകയാണ്. അപ്പൊ ജനസംഖ്യ വർദ്ധിക്കുന്നില്ല. അതായത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഷിക സമ്പദ് വ്യവസ്ഥയുള്ള ഒരു അവികസിത രാജ്യമായിരിക്കും, ഒരു അണ്ടർ ഡെവലപ്ഡ് എക്കോണമി ആയിരിക്കും. ബോത്ത് ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് വിൽ ബി ഹൈ. ജനനനിരക്കും മരണനിരക്കും കൂടുതലാണ്. പോപ്പുലേഷൻ ജനസംഖ്യ വർദ്ധിക്കുന്നില്ല. കാരണം ഒരു അവികസിതമായിട്ടുള്ള ഒരു രാജ്യമാണ്, ഒരു വികസനവും ഇല്ലാത്ത ഒരു രാജ്യമാണ്. അതായത് മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും തന്നെ അവിടെ ഉണ്ടായിരിക്കുന്നില്ല. അപ്പൊ മരണനിരക്ക് വളരെ കൂടുതലായിരിക്കും, ജനനനിരക്കും കൂടുതലായിരിക്കും. വളരെ പ്രാകൃതമായ ഒരു സമൂഹം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് ജനനനിരക്കും കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് മരണനിരക്കും കൂടുതലായിരിക്കും. ദേശീയ വരുമാനത്തിലൊന്നും തന്നെ യാതൊരു വർധനവും ഇല്ല. അതായത് അവികസിതമായ ഒരു രാജ്യമാണ്, അവികസിതമായ സമ്പദ് വ്യവസ്ഥയുള്ള ഒരു രാജ്യമാണ്. അതിന്റെ ഫലമായിട്ട് ദേശീയ വരുമാനമൊന്നും വർദ്ധിക്കുന്നില്ല. പെർ ക്യാപിറ്റ ഇൻകം പ്രതിശീർഷ വരുമാനത്തിലും യാതൊരുവിധ വർധനവുമില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞത് എന്താണ്, കാർഷിക സമ്പദ് വ്യവസ്ഥയുള്ള ഒരു അവികസിതമായ രാജ്യമായിരിക്കും. ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും വളരെ കൂടുതലായിരിക്കും. അതിന്റെ ഫലമായിട്ട് ജനസംഖ്യ വർദ്ധിക്കുന്നില്ല. പിന്നെ അടുത്തായിട്ട് ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും വർദ്ധിക്കുന്നില്ല. 1921 വരെ ഇന്ത്യ ഈ സ്റ്റേജിലായിരുന്നു, ഫസ്റ്റ് സ്റ്റേജിലായിരുന്നു നിലകൊണ്ടിരുന്നത്. 1921 വരെ ഇന്ത്യ ഫസ്റ്റ് സ്റ്റേജിലായിരുന്നു. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റേജ് പറയാം. സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ 2ാം ഘട്ടത്തെ കുറിച്ച് പറയാം. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റേജിനെ കുറിച്ച് പറയാം. അതായത് സെക്കൻഡ് സ്റ്റേജ് വികസന സമ്പദ് വ്യവസ്ഥയുള്ള ഒരു രാജ്യമായിരിക്കും. അതായത് ഒരു ഡെവലപ്പിംഗ് എക്കോണമി ആയിരിക്കും. ഇതില് മരണനിരക്ക് ഡെത്ത് റേറ്റ് വിൽ ബി ലോ, മരണനിരക്ക് കുറവായിരിക്കും. മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ ധാരാളം ഉണ്ടായിരിക്കും. ബർത്ത് റേറ്റ് വിൽ ബി ഹൈ, ജനനനിരക്ക് വളരെ കൂടുതലായിരിക്കും. അതായത് ജനനനിരക്ക് കൂടുതലും മരണനിരക്ക് കുറവുമാണെങ്കിൽ ജനസംഖ്യ വർദ്ധിക്കും. ഈ സ്റ്റേജ് ഒരു ജനസംഖ്യാ സ്ഫോടനത്തെ അഭിമുഖീകരിക്കുന്ന സ്റ്റേജാണ്. അതായത് രാജ്യത്ത് ജനസംഖ്യാ സ്ഫോടനം, അതായത് ജനസംഖ്യ വളരെയധികം വർദ്ധിക്കുന്ന ഒരു സ്റ്റേജാണ് സെക്കൻഡ് സ്റ്റേജ്. ദേശീയ വരുമാനം വർദ്ധിക്കുന്നുണ്ട്, എന്നാൽ പ്രതിശീർഷ വരുമാനം വർദ്ധിക്കുന്നില്ല. അതായത് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സെക്കൻഡ് സ്റ്റേജ്, അതായത് വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായിരിക്കും. അതൊരു ഡെവലപ്പിംഗ് എക്കോണമി ആയിരിക്കും. ജനസംഖ്യ വളരെ കൂടുതലാണ്. രാജ്യം പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ അഥവാ ജനസംഖ്യ സ്ഫോടനത്തെ അഭിമുഖീകരിക്കുന്നു. ദേശീയ വരുമാനം വർദ്ധിക്കുന്നു, എന്നാൽ പ്രതിശീർഷ വരുമാനം വർദ്ധിക്കുന്നില്ല. അതായത് ആളോഹരി വരുമാനം ഒന്നും വർദ്ധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് 3ാമത്തെ സ്റ്റേജ്. ഇനി നമുക്ക് 3ാമത്തെ സ്റ്റേജ് പറയാം. അതായത് 3ാമത്തെ സ്റ്റേജ് സംഭവിക്കുന്നത് ഒരു വികസിത സമ്പദ് വ്യവസ്ഥയിലാണ്. അതായത് ഡെവലപ്ഡ് എക്കോണമി ഉള്ള ഒരു രാജ്യത്താണ് 3ാമത്തെ സ്റ്റേജ് സംഭവിക്കുന്നത്. ഈ സ്റ്റേജിൽ ബോത്ത് ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് വിൽ ബി ലോ, മരണനിരക്കും ജനനനിരക്കും കുറവായിരിക്കും. അതിന്റെ ഫലമായിട്ട് ജനസംഖ്യ വർദ്ധിക്കുന്നില്ല.
രാജ്യത്തെ വ്യവസായവൽക്കരണത്തിന്റെയും നഗരവൽക്കരണത്തിന്റെയും ഫലമായിട്ട് ജനങ്ങളുടെ ജീവിത നിലവാരം വളരെ നല്ല രീതിയിലായിരിക്കും എന്നാണ് പറയുന്നത്. മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ജീവിത നിലവാരം പുലർത്തുന്ന ജനങ്ങളായിരിക്കും മൂന്നാമത്തെ സ്റ്റേജിൽ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ സ്റ്റേജ് ഒന്നുകൂടി പറയാം, വികസിത സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യത്തായിരിക്കും മൂന്നാമത്തെ സ്റ്റേജ് സംഭവിക്കുക. മൂന്നാമത്തെ സ്റ്റേജിൽ ജനനിരക്കും കുറവാണ്, മരണനിരക്കും കുറവാണ്, പോപ്പുലേഷൻ അതായത് ജനസംഖ്യ വർദ്ധിക്കുന്നില്ല. രാജ്യത്തെ വ്യവസായവൽക്കരണത്തിന്റെയും നഗരവൽക്കരണത്തിന്റെയും ഫലമായിട്ട് ജനങ്ങളുടെ ജീവിത നിലവാരമൊക്കെ വളരെ നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇനി 1921 വരെ ഇന്ത്യ ഫസ്റ്റ് സ്റ്റേജിലായിരുന്നു. 21 ശേഷം ഇന്ത്യ സെക്കൻഡ് സ്റ്റേജിലാണ്. ഇപ്പോൾ ഇന്ത്യ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് കടക്കുന്നതിനുള്ള പ്രയത്നത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം അഥവാ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ഡെമോഗ്രാഫിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഡ്യൂറിംഗ് ദി ബ്രിട്ടീഷ് പീരീഡ്. ബ്രിട്ടീഷ് ഭരണകാലത്തെ പ്രധാനപ്പെട്ട ജനസംഖ്യാ സൂചികകളെയും സാമൂഹ്യ വികസന സൂചികകളെയും കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒന്നുകൂടി പറയാം, ബ്രിട്ടീഷ് ഭരണകാലത്തെ പ്രധാനപ്പെട്ട ജനസംഖ്യാ സൂചികകളും സാമൂഹ്യ വികസന സൂചികകളെയും കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തെ ജനസംഖ്യ എങ്ങനെയുള്ളതായിരുന്നു, ജനസംഖ്യയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്നതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഫസ്റ്റ് വൺ, ലിറ്ററസി ലെവൽ വാസ് വെരി ലോ അറ്റ് ലെസ് ദാൻ 16%. ബ്രിട്ടീഷ് ഭരണകാലത്ത് സാക്ഷരതാ ശതമാനം വളരെ കുറവായിരുന്നു, 16% താഴെയായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് സാക്ഷരത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതാനും വായിക്കാനുള്ള ഒരാളുടെ കഴിവിനെയാണെന്ന് പറയുന്നത് സാക്ഷരത എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് സാക്ഷരതാ നിരക്ക് വളരെ കുറവായിരുന്നു, 16% മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് 100 ആൾക്കാരെ വെച്ചാൽ അതിൽ 16 ആൾക്കാർക്ക് മാത്രമാണ് എഴുതാനും വായിക്കാനുമുള്ള കഴിവ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ ലിറ്ററസി ലെവൽ വാസ് വെരി ലോ അറ്റ് ലെസ് ദാൻ 16%. രണ്ടാമതായിട്ട് ഫീമെയിൽ ലിറ്ററസി വാസ് ലോ അറ്റ് 7%. അതായത് സ്ത്രീ സാക്ഷരത വളരെ കുറവായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത്. ഓൺലി 7%, ആകെ 7% മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് 100 സ്ത്രീകളെ എടുത്താൽ അതിൽ 7 പേർക്ക് മാത്രമാണ് എഴുതാനും വായിക്കാനുമുള്ള കഴിവ് ഉണ്ടായിരുന്നത്. ഇനി മൂന്നാമത്തതായിട്ട് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം വാസ് വെരി ബാക്ക്വേർഡ്. പൊതുജനാരോഗ്യ സംവിധാനം വളരെ മോശമായിരുന്നു. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് പൊതുജനാരോഗ്യ സംവിധാനം വളരെ മോശമായിരുന്നു എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് നല്ല ആശുപത്രികൾ ഉണ്ടായിരുന്നില്ല, മരുന്നുകൾ ലഭ്യമായിരുന്നില്ല, ഡോക്ടർമാരുടെ സേവനങ്ങളൊന്നും തന്നെ ലഭ്യമായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് മോർട്ടാലിറ്റി റേറ്റ് വാസ് വെരി ഹൈ. അതായത് മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത്. അതായത് നല്ല ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ല, ആശുപത്രികളൊന്നും തന്നെ ഇല്ല, അതിന്റെ ഫലമായ മരുന്നുകളൊന്നും തന്നെ ലഭ്യമല്ല. അതിന്റെ ഫലമായിട്ട് മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ വളരെയധികം ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഫലമായിട്ട് ജനങ്ങൾ അധികം മരിച്ചു. അതായത് മോർട്ടാലിറ്റി റേറ്റ് വാസ് വെരി ഹൈ ഡ്യൂറിംഗ് ദി ബ്രിട്ടീഷ് പീരീഡ്. ഇനി അടുത്തത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് വാസ് വെരി ഹൈ. അതായത് ശിശുമരണ നിരക്ക് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് വളരെ കൂടുതലായിരുന്നു എന്നാണ് പറയുന്നത്. ശിശുമരണ നിരക്ക് വളരെ കൂടുതലായിരുന്നു. എന്താണ് ശിശുമരണ നിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനിച്ചു കഴിഞ്ഞാൽ 1 വയസ്സിനുള്ളിൽ മരിക്കുന്ന കുട്ടികളുടെ എണ്ണത്തെയാണ് എന്ന് പറയുന്നത് ശിശുമരണ നിരക്ക് എന്ന് പറയുന്നത്. അതായത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് വെരി ഹൈ, അതായത് ശിശുമരണ നിരക്ക് വളരെ കൂടുതലായിരുന്നു. 1 വയസ്സിന് മുൻപേ മരിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത്. ലൈഫ് എക്സ്പെക്ടൻസി വാസ് വെരി ലോ അറ്റ് 32 ഇയേഴ്സ്. ഇനി അടുത്തതായിട്ട് ലൈഫ് എക്സ്പെക്ടൻസി വാസ് വെരി ലോ അറ്റ് 32 ഇയേഴ്സ്. അതായത് ആയുർദൈർഘ്യം വളരെ കുറവായിരുന്നു, വെറും 32 വയസ്സായിരുന്നു ആയുർദൈർഘ്യം. എന്താണ് ആയുർദൈർഘ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുസ് ഒരാളുടെ ഒരു മനുഷ്യന്റെ ജീവിത കാലയളവിനെയാണ് ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ എത്ര കാലം ജീവിക്കും എന്നതാണ് ആയുർദൈർഘ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ലൈഫ് എക്സ്പെക്ടൻസി വാസ് വെരി ലോ, ആയുർദൈർഘ്യം വളരെ കുറവായിരുന്നു, വെറും 32 വയസ്സായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെയായിരുന്നു ആളുകൾ മരിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? മെഡിക്കൽ ഫെസിലിറ്റീസിന്റെ ഒക്കെ അഭാവം തന്നെയാണ് ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അപ്പോ വളരെ മോശമായിട്ടുള്ള ഒരു കാലമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഭരണകാലം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്.
അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ജനസംഖ്യാ സൂചികകളും സാമൂഹ്യ വികസന സൂചികകളും വളരെ മോശമായിരുന്നു. വളരെ മോശപ്പെട്ട ഒരു സമ്പദ് വ്യവസ്ഥയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. അതിനുശേഷം ഫോറിൻ ട്രേഡ്, പിന്നീട് ഡെമോഗ്രാഫിക് കണ്ടീഷൻ. ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി.